പാവയ്ക്കയും പച്ചമാങ്ങയും ക്യാരറ്റും എല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു കറിയാണിത്. ഈ കറിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാവയ്ക്ക, പിന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള പച്ചമാങ്ങ, 2 ക്യാരറ്റ്, എരിവിനായിട്ട് 7 പച്ചമുളക്. അപ്പോൾ മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വയ്ക്കാം. അതേപോലെ പാവയ്ക്കയും ക്യാരറ്റും എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മൺചട്ടിയിലാണ് ഈ കറി തയ്യാറാക്കുന്നത്. ചൂടായ മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി അതും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക അതിൻ്റെ കൂടെ എരിവിനായിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാവയ്ക്ക ഒന്ന് വാടിയതിന് ശേഷമാണ് ബാക്കി ക്യാരറ്റും മാങ്ങയും ചേർത്ത് കൊടുക്കുന്നത്. ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പാവയ്ക്ക ചേർത്ത് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആ ക്യാരറ്റും പിന്നെ പച്ചമാങ്ങയും ചേർത്ത് കൊടുക്കാം. പച്ചമാങ്ങ ഒരല്പം പുളിയുള്ള മാങ്ങയാണ് ഈ കറിക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാങ്ങയ്ക്കനുസരിച്ച്, മാങ്ങയുടെ പുളിക്കനുസരിച്ച് മാങ്ങ ചേർക്കുന്നതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി മാങ്ങ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ സ്വാദിനായിട്ട് 2ാം പാൽ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിയുമ്പോൾ അതിന് ആവശ്യത്തിനുള്ള പുളി ഉണ്ടോ എന്നൊന്ന് നോക്കുക. പുളി കുറവാണെന്ന് തോന്നിയാൽ 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക. ചട്ടിയിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള 1ാം പാലാണ് ചേർക്കുന്നത്. ഇനി പാൽ പിരിഞ്ഞു പോകാതിരിക്കാൻ കുറച്ച് സമയം തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. തിളച്ചു തുടങ്ങുമ്പോഴേക്കും തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി ഒരൽപ്പം കടുക് വറുത്തിടാം. ഉണക്കമുളക്, കറിവേപ്പില, കടുക് ഇത്രയൊന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇതിൻ്റെ ഉപ്പ് പുളിയെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഈ കറിക്ക് പുളി ഒരൽപ്പം മുന്നിട്ട് നിൽക്കുന്നതാണ് സ്വാദ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.